നമസ്കാരം. ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ആഘോഷമായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയ BJPയും നരേന്ദ്രമോദിയും സ്വപ്നം കണ്ടത് വരാനിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിലേക്ക് എത്തുന്ന അതിൻ്റെ അലയൊലികളാണ്, രാമക്ഷേത്രത്തിൻ്റെ. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ BJPയുടെ പ്രതീക്ഷകൾ ഇരുളടയുകയായിരുന്നു. രാജ്യമൊട്ടുക്കും വോട്ടിനായുള്ള അജണ്ടയായി പരിവർത്തിക്കപ്പെടുവാൻ സംഘപരിവാർ ലക്ഷ്യമിട്ട രാമക്ഷേത്ര ഉദ്ഘാടനം വേണ്ടത്ര ചർച്ചയായില്ല. അതുവഴി തങ്ങൾ നിലച്ച രീതിയിൽ വോട്ടൊഴുകിയെത്തി അത് തിരിച്ചറിയുന്നു BJP. അതുകൊണ്ട് തന്നെ മറ്റു പ്രചരണ വഴികളിലേക്ക് മാറി നടക്കേണ്ടതായി വന്നു BJPക്കും മോദിക്കും. രാമക്ഷേത്ര ഉദ്ഘാടനം വോട്ടിനുള്ള തരംഗമാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് നിലകൊള്ളുന്ന അയോധ്യ തന്നെയാണ്. അയോധ്യയിൽ അല്ലെങ്കിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ രാമക്ഷേത്രം വലിയ അളവിൽ പ്രചാരണ വിഷയമല്ല എന്ന് അവിടെ നിന്നുള്ള മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ ദലിത് സ്ഥാനാർത്ഥിയും BJPയുടെ താക്കൂർ സ്ഥാനാർത്ഥിയും ബഹുജൻ സമാജ്വാദി പാർട്ടി രംഗത്തിറക്കുന്ന ബ്രാഹ്മണ സ്ഥാനാർത്ഥിയും അവർ തമ്മിലാണ് അവിടെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ രാമക്ഷേത്രത്തെക്കാൾ ജാതി സമവാക്യങ്ങളാണ് നിർണായകമാവുക എന്നതാണ് റിപ്പോർട്ട്. അല്ലാതെ രാമക്ഷേത്രമല്ല, അവിടെ ജാതി സമവാക്യമാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം സിറ്റിംഗ് MLA ആയിട്ടുള്ള അവധേഷ് പ്രസാദിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MP ആയിട്ടുള്ള ലല്ലു സിംഗ് താക്കൂറാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. BSPക്ക് വേണ്ടിക്ക് മത്സരത്തിറങ്ങുന്ന സച്ചിദാനന്ദ് പാണ്ഡെ ഈയിടെയാണ് BJPയിൽ നിന്ന് കൂറുമാറെത്തിയത് എന്നുള്ളതാണ്. ബ്രാഹ്മണ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പാണ്ഡെയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ രാമൻ്റെ തട്ടകമായിട്ടുള്ള അയോധ്യയിൽ രാമനാഥം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള രാജേഷൻ ബാജ്പേയിയും പറയുന്നുണ്ട്. രാമക്ഷേത്രത്തിന് വേണ്ടി ഏറെക്കാലമായി വാദിച്ചു കൊണ്ടിരുന്ന BJP അയോധ്യയുമായി പരസ്പരം പുലർത്തുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാണ് അയോധ്യയിലേത് എന്ന് പറയേണ്ടി വരും. 1989 ശേഷം ഇവിടെ നടന്ന 8 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 മാത്രം ജയിക്കാനേ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. ലല്ലു സിംഗും ബിനയ് കത്യാറും 2 തവണ വീതം ജയിച്ചു. മിത്രാസൻ യാദവ് 3 തവണ മണ്ഡലത്തിൽ വിജയം കണ്ടു. 1 തവണ CPIക്ക് വേണ്ടിയും 2 തവണ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായും വാജ്പേയി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം അയോധ്യയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് പ്രദേശവാസികൾ വിശദീകരിക്കുന്നുണ്ട്. ഗതാഗത തിരക്കും ജനബാഹുല്യവുമേറിയ തെരുവുകളും അതിൻ്റെ തെളിവുകളായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് ഫൈസാബാദ് വരെയുള്ള 13 കിലോമീറ്റർ റോഡ് നേരത്തെ തന്നെ തിരക്കൊഴിഞ്ഞതും ശാന്തവുമായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ രാംപഥ് എന്ന് ഇപ്പോൾ പേരുമാറ്റിയ ഈ റോഡിന് ഇരുപുറവും വമ്പൻ ഷോപ്പുകൾ, ബിസിനസ് സെൻ്ററുകളുമൊക്കെയായി മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അയോധ്യയിൽ. രാമക്ഷേത്രത്തിൻ്റെ മാതൃകകളും മറ്റും വിൽക്കുന്ന പോഷ് ഔട്ട്ലെറ്റുകൾക്ക് മുൻപിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാവ്യരാഷ്ട്രീയത്തിൻ്റെ ഗർവിനിടയിലും ജാതി സമവാക്യങ്ങളാണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാവുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മെയ് 20 നടക്കുന്ന 5ാം ഘട്ടത്തിൽ ഫൈസാബാദ് വിധിയെഴുതുകയാണ്. തുടർച്ചയായ 3ാം തവണയും ലല്ലു സിംഗിൻ്റെ വിജയം തേടി മെയ് 5 മോദി അയോധ്യയിൽ റോഡ് ഷോ നടത്തിയെങ്കിലും അതിനും മുകളിൽ വിധിയെഴുത്തിൽ പ്രകടമാവുക ജാതി രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മണ്ഡലത്തിൽ 26% വരുന്ന ദളിത് വോട്ടുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി അവധേഷ് പ്രസാദിനെ കളത്തിലിറക്കിയിട്ടുള്ളത്. റാവത്ത്, ചമാർ, കോറി തുടങ്ങിയ ജാതികളാണ് ദളിതിൽ ഏറെ. SP ദളിത് മുഖമായി വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് മിക്കിപ്പൂരിൽ നിന്നുള്ള MLA ആയിട്ടുള്ള അവധേഷ്. 1977 MLA ആയി പാർലമെൻ്ററി ജീവിതത്തിന് തുടക്കമിട്ടയാൾ. 2017 മിക്കിപ്പൂർ അസംബ്ലി സീറ്റിൽ തോറ്റെങ്കിലും 2022 വമ്പൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ച മണ്ഡലം. ദളിതർക്കൊപ്പം 14% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ ഇരുവിഭാഗങ്ങളുടെയും വോട്ടുകളുടെ പിൻബലത്തിൽ ജയിക്കാനാവുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷ. ഉയർന്ന സമുദായക്കാർ, അതായത് BJPയെ തുണയ്ക്കുമെങ്കിലും BSPയുടെ സച്ചിദാനന്ദ് പാണ്ഡെ ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ബ്രാഹ്മണ വോട്ടുകളിൽ വലിയൊരു ഭാഗം നേടിയാൽ അത് ഇന്ത്യ സഖ്യത്തിന് സഹായകമാകുകയും ചെയ്യും. ഹിന്ദു വോട്ടുകളിൽ ഏകീകരണം ഉണ്ടാകുമെന്നും അത് ഹാട്രിക് വിജയത്തിന് വഴിയൊരുക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ലല്ലു സിംഗ്. രാംപത്തിലെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിയർത്ത് പണിയെടുക്കുന്നുണ്ട് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി. മണ്ഡലത്തിൽ ഏറെ ബന്ധങ്ങളുണ്ട് എങ്കിലും വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് തിരക്കിട്ട പ്രചാരണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ലല്ലു സിംഗ്. ആ ലല്ലു സിംഗിന് വിജയം ഉറപ്പാണോ എന്ന് പറയാൻ കഴിയില്ല. 26% ദളിതർ, 14% മുസ്ലിങ്ങൾ, 12% വീരം കുർമി, യാദവർ, ബ്രാഹ്മണർ, 6% രാജ്പുത്, 12% മറ്റ് OBCക്കാർ. ഇങ്ങനെയാണ് ഫൈസാബാദ് മണ്ഡലത്തിലെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത്. ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാകും മണ്ഡലത്തിൽ വിജയമാർക്കെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതും.
അതുകൊണ്ട് രാമനല്ല, ജാതിയാണ് അയോധ്യയിലെ യഥാർത്ഥ പ്രശ്നം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.